എന്നെ രക്ഷിപ്പാൻ ഉന്നതം വിട്ടു മണ്ണിൽ വന്ന കർത്താവേ, നിന്നെ സ്വർഗ്ഗത്തിൽ നിന്നിയെ കൊണ്ടു വന്നതു നിൻ സ്നേഹമേ. എന്നെ രക്ഷിപ്പാൻ ഉന്നതം വിട്ടു മണ്ണിൽ വന്ന കർത്താവേ, നിന്നെ സ്വർഗ്ഗത്തിൽ നിന്നിയെ കൊണ്ട് വന്നതു നിൻ സ്നേഹമേ. ആകർഷിക്കാം എന്നെ പ്രിയ രക്ഷക, നീ മരിച്ച ക്രൂശിങ്കൽ. ആകർഷിക്കാം എന്നെ പ്രിയ രക്ഷക, നിൻ മുറിഞ്ഞ മാറിങ്കൽ. നാവുകൊണ്ടു ചൊല്ലാവതിന്മേൽ നീ നോവിൻ പേക്കായിട്ടല്ലോ. ഈ വിധം സ്നേഹം ജീവനായി ഭൂമിയിലാക്കും നീയഹോ. നാവുകൊണ്ടു ചൊല്ലാവതിന്മേൽ നീ നോവിൻ പേക്കായിട്ടല്ലോ. ഈ വിധം സ്നേഹം ജീവനായി ഭൂമിയിലാക്കും നീയഹോ. ആകർഷിക്കാം എന്നെ പ്രിയ രക്ഷക, നീ മരിച്ച ക്രൂശിങ്കൽ. ആകർഷിക്കാം എന്നെ പ്രിയ രക്ഷക, നിൻ മുറിഞ്ഞ മാറിങ്കൽ. ഉന്നതത്തിൽ നിൻ സന്നിധേ വന്നു നിന്നെ ഞാൻ കാണും നേരം, എന്നിലുണ്ടാവാനന്ദമനന്യം
എന്നെ പ്രിയ രക്ഷകാ നിൻമുറിഞ്ഞ മാനിന്നിൽ. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകുകയാണ്. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വിശുദ്ധ ജീവിതത്തിന് ആവശ്യമായത് കൃപ ആണ് എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ അർഹതയില്ലാത്ത ദാനം എന്ന അർത്ഥമാണ് കൃപ എന്ന പദം അല്ലെങ്കിൽ വാക്ക് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്നതെങ്കിലും അതിലുമൊക്കെ ഉപരിയായി നാം മനസ്സിലാക്കുന്നതിനും അപ്പുറമായി അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കാണ് കൃപ എന്നത്. ദൈവത്തിൻ്റെ ദാനമായ കൃപ അനുഭവിക്കാത്തവരായി ഒരു വിശ്വാസിയും ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്ന, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. വീണ്ടും സദൃശവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു വാക്യം, അവൻ ആർക്ക് കൃപ നൽകും എന്നതും വചനം വിളിച്ചു പറയുന്നു. എളിയവർക്ക് അവൻ കൃപ നൽകും. പ്രിയരെ, കൃപയുടെ ഉറവിടം സർവശക്തനായ ദൈവമാണ്. ഒരു വിശ്വാസിയെ വിശുദ്ധ ജീവിതത്തിനായി സഹായിക്കുന്നത് ദൈവകൃപയാണ്. ദൈവമക്കളായവരെ പാപം ചെയ്യുവാൻ, അവർ തെറ്റിൽ അകപ്പെട്ടു പോകുവാൻ പിശാച് പ്രേരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും കൊണ്ട് അവർക്ക് ചുറ്റും തിരഞ്ഞു നടക്കുന്നവനാണ്. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുന്നവനെ വീഴിക്കുവാൻ അവന് കഴിയുകയില്ല. മരുഭൂമിയിലെ ഉപവാസത്തിനനന്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സാത്താൻ പാപത്തിൽ വീഴിക്കുവാൻ പ്രലോഭിപ്പിച്ചു. സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ ഈ ഭാഗം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു എങ്കിലും സാത്താൻ യേശുവിൻ്റെ മേൽ ജയം കൊള്ളുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവേശുവിൻ്റെ അനുഗാമികളെയും പിശാച് തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്, വശീകരിക്കുന്നുണ്ട്. എന്നാൽ ദൈവകൃപ നിറഞ്ഞ് കൃപയുടെ പരിധിക്കകത്ത് നിൽക്കുന്ന ഒരു ദൈവവേദനെ വീഴിക്കുവാൻ പിശാചിനാവില്ല. നാം ദൈവകൃപയുടെ പരിധിക്കകത്ത് നിൽക്കുമെങ്കിൽ വശീകരണത്തിലും പ്രേരണയിലും നാം കുടുങ്ങിപ്പോകുകയില്ല. പിശാച് ഒരുക്കുന്ന വശീകരണത്തിലും പിശാച് തരുന്ന പ്രേരണയിലും നാം കുടുങ്ങിപ്പോകാൻ ഇടയാകുകയില്ല. ദൈവകൃപയുടെ പരിധി വിട്ടുള്ള പ്രവൃത്തികളും ചിന്തകളും നമ്മെ പാപത്തിൻ്റെ ചതിക്കുഴിയിൽ ചാടിക്കുമെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. എപ്പോഴും നാം ചിന്തിക്കേണ്ടത്, ഞാൻ ദൈവകൃപയുടെ പരിധിക്ക് അകത്താണോ ജീവിക്കുന്നത്, നിൽക്കുന്നത് എന്നുള്ളതായിരിക്കണം. പാപത്തെ അതിജീവിക്കുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രിയരെ ദൈവകൃപ നമ്മെ സഹായിക്കുന്നുണ്ട്. പാപത്തോട് പ്രാണത്യാഗത്തോട് നാം എതിർത്തു നിൽക്കുവാൻ ദൈവം നമ്മിൽ കൃപ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മിൽ ദൈവകൃപയാണ് നിറഞ്ഞു നിൽക്കേണ്ടത്. താഴ്മയുള്ളവരായി നാം ദൈവസന്നിധിയിൽ നിൽക്കുമെങ്കിൽ ദൈവകൃപ നമ്മിൽ ദൈവം പകർന്നുകൊണ്ടേയിരിക്കും. ദൈവകൃപയിൽ നാം നിൽക്കേണ്ടതാണ്, നിലനിൽക്കേണ്ടതാണ്. കാരണം കൃപ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മിൽ ആരോഗ്യം നിലനിൽക്കേണ്ടത് കൃപയാലാണ്. സൗഖ്യം നമ്മിൽ നിലനിൽക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയാലാണ്. നാം മുൻപോട്ട് താണുപോകാതെ വീണു പോകാതെ യാത്ര ചെയ്യേണ്ടത് കൃപയാലാണ്. കൃപ പ്രാപിച്ച ഒരുവനോട് നീ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ മറുപടി ഇപ്രകാരമായിരിക്കും, കൃപയാൽ സുഖമായിരിക്കുന്നു, കൃപയാൽ ഞാൻ ബലപ്പെട്ടിരിക്കുന്നു, കൃപയാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, കൃപയാൽ നടക്കുന്നു എന്നിങ്ങനെ തൻ്റെ ജീവിതത്തിൽ എല്ലാം കൃപയാൽ എന്ന വാക്ക് ചേർത്ത് പറയുന്നതിൽ കൂടി കൃപാദാതാവായ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരാധന കൂടി ഓരോ ദൈവപൈതലും അവരുടെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ശീലമാകട്ടെ, അത് നമ്മുടെ അനുഭവമാകട്ടെ. നാം അറിഞ്ഞും അറിയാതെയും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്നത് കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, ദൈവമക്കളിൽ നിന്ന് ദൈവം അവർക്ക് പകർന്നു കൊടുത്ത കൃപ ചോർന്നു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. കൃപ ചോർന്നു പോകുന്നതൊന്നും നാം ചെയ്യുകയോ പറയുകയോ അരുത്. നാം പോലും അറിയാതെ നമ്മിലെ ആ കൃപയെ ചോർത്തിക്കളയിക്കുന്നതിൽ പിശാച് അതീവ ശ്രദ്ധാലുവാണെന്ന് മറക്കരുത്. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞൊരു വാക്ക് ഓർക്കണം, പിശാചിന് ഇടം കൊടുക്കരുത്.
നാം ദൈവകൃപയിൽ നിലനിൽക്കുക എന്നതിനർത്ഥം പ്രിയരെ, ദൈവത്തോടൊപ്പമുള്ള വിശുദ്ധ ജീവിത നിലവാരത്തിൽ നാം തികഞ്ഞു വരികയാണ് എന്നുള്ളതാണ്. നിങ്ങളോട് വചനം സംസാരിക്കുന്നവരും നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരും ഒക്കെ നിങ്ങൾ കൃപയിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന് മറക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ അപ്പോസ്തലപ്രവൃത്തി ഇങ്ങനെ വായിക്കുന്നു: പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ച ദൈവകൃപയിൽ നിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു എന്ന് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവർ അവരോട് എന്ന് പറഞ്ഞാൽ ദൈവഭൃത്യന്മാർ തങ്ങളുടെ വിശ്വാസികളോട് സംസാരിച്ചു. അവർ ഉപദേശിച്ചവരോട്, അവർ പ്രസംഗിച്ചവരോട് അവർ സംസാരിച്ചു. സംസാരിച്ചതിൻ്റെ അന്തസത്ത ഇതാണ്: ദൈവകൃപയിൽ അവർ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രിയരെ, പാപം കൊണ്ട് മലീമസമായ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം, ഒരു സമർപ്പിത ജീവിതം നയിക്കുവാൻ ഒരു വിശ്വാസിയുടെ മേൽ കൃപ നിറയേണ്ടത് ആവശ്യമാണ്. കൃപ പകർന്നു തരുവാൻ, നമുക്ക് കൃപ പകർന്നു തരുവാൻ കൃപയുടെ ഉറവിടമായ ദൈവം ഒരുക്കവുമാണ്. അവൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ജീവിച്ച് കൃപ പ്രാപിക്കുക, ആ കൃപയിൽ നിലനിൽക്കുക. കൃപയിൽ നിലനിൽക്കുമ്പോൾ പാപം ചെയ്യുവാൻ ഏറെ പ്രലോഭിപ്പിക്കപ്പെടും. എന്നാൽ എന്നിലെ കൃപ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന ഉറച്ച തീരുമാനമുള്ളവരായി നിൽക്കുമെങ്കിൽ ആ കൃപ നിങ്ങളെ ജീവിത വിജയത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, തെറ്റും ശരിയും തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു പുത്തൻ തലമുറയെ സാത്താൻ ഇവിടെ വാർത്തെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവകൃപ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ദൈവകൃപയാൽ ഒരു വിശുദ്ധ ജീവിതത്തിന്, ഒരു സമർപ്പിത ജീവിതത്തിന് അടങ്ങാത്ത ആഗ്രഹവും സമർപ്പണവും ഉള്ളവരായി ദൈവസഭയോട്, ദൈവസഭയിലെ കൂട്ടായ്മ ബന്ധങ്ങളോട് ചേർന്ന് നിൽക്കുക. ദൈവകൃപയാൽ നിങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ. ദൈവകൃപയാൽ നിങ്ങൾ അനുദിനം പുലർത്തപ്പെടട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പരിശുദ്ധനായ കർത്താവേ, അങ്ങയുടെ പാദപീഠെ ഞങ്ങൾ അടുത്തു വന്ന് ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ വായിച്ച് കേട്ട് ധ്യാനിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് ആവശ്യമാകുന്ന കൃപയാൽ നിറഞ്ഞ് ആ കൃപ നിലനിർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പ, ഞങ്ങൾ കൃപയ്ക്ക് അധീനരായി ജീവിക്കുവാൻ, പാപം ഒരിക്കലും ഞങ്ങളിൽ കർത്തൃത്വം നടത്താത്ത ഒരു ജീവിത നിലവാരം പുലർത്തി ദൈവത്തിന് മഹത്വം ഉളവാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനിന്ന് പ്രഭാതത്തിൽ വചനം കേട്ട് ധ്യാനിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഉയരത്തിലെ കൃപ ഏറിയ അളവിൽ ഇന്ന് പകലിലും പകർന്നു കൊടുക്കണം. ഓരോ ദിവസത്തെ ഞങ്ങളുടെ ജീവിതവും വിജയകരമാകാൻ അപ്പം അന്നന്ന് ഞങ്ങൾക്ക് ആവശ്യമാകുന്ന കൃപ ഞങ്ങളുടെ മേൽ നിറച്ചു തന്നുകൊണ്ടിരിക്കണം. ആ കൃപ ചോർത്തിക്കളയാൻ, ആ കൃപ തകർത്തു കളയാൻ, നഷ്ടപ്പെടുത്തി കളയാൻ ഇടയാകാത്ത ഒരു സൂക്ഷ്മതയുള്ളൊരു ജീവിതം, ജാഗ്രതയുള്ള ജീവിതം തന്നെ, ആത്മീക ജീവിതം തന്നെ നയിച്ച് മുന്നേറുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സമർപ്പിച്ച പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവേ, ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ഇപ്പോൾ തന്നെ കൽപ്പിച്ചയക്കണമേ. അത് ഇന്ന് പകലിൽ അത് വെളിപ്പെട്ട് വരുവാൻ, അത് ഏറ്റെടുത്ത് അനുഭവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ഉന്നതത്തിൽ നിൻ സന്നിധേ വന്നു നിന്നെ ഞാൻ കാണും നേരം എന്നിലുണ്ടാവാനന്ദമന്യം എന്നുമെന്നേക്കും ഭാഗ്യം. ഉന്നതത്തിൽ നിൻ സന്നിധേ വന്നു നിന്നെ ഞാൻ കാണും നേരം എന്നിലും നാമാനന്ദമാ
സ്വർഗ്ഗത്തിൽ നിന്നിലേക്കുന്നു വന്നതോ നിൻ എന്നെ രക്ഷിപ്പാൻ ഉന്നതം വീട്ടു മണ്ണിൽ വന്ന കർത്താവേ. ഹല്ലേലൂയ. നിന്നെ സ്വർഗ്ഗത്തിൽ നിന്നിലേക്കുന്നു വന്നതോ നിൻ സ്നേഹമേ. ആകർഷിക്കായെന്നെ പ്രിയ രക്ഷക നീ മരിച്ച ക്രൂശിങ്കൽ. ആകർഷിക്കായെന്നെ